വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പാനിപ്പൂരികളും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്തൊക്കെ വെള്ളം ചേർത്താൽ ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സംതൃപ്തിയാണ്, നല്ല ഐറ്റം കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ പാനിപ്പൂരിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിലിട്ട് ഞാൻ 2 വിസിൽ കേൾപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. തൊലി കളയണം. ഇനി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ഈ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ശർക്കര കുറച്ച് മാത്രം മതി. പിന്നെ നമുക്ക് തണുക്കാൻ വെച്ചിരുന്ന പൊട്ടറ്റോ നമുക്കതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇടത്തരം വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് പിന്നെ എളുപ്പത്തിന് ഞാൻ കുക്കറിൽ വെച്ച് പുഴുങ്ങിയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ തൊലി ഇളക്കാൻ കുറച്ച് പാടായിരുന്നു. ചില ഉരുളക്കിഴങ്ങ് നമ്മൾ ചുരണ്ടി കഴിഞ്ഞാൽ പോയില്ല. പിന്നെ തൊലി കളയാനാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ചുരണ്ടാൻ എളുപ്പമുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളയാൻ വലിയ പാടുമായിരിക്കും. അപ്പോൾ അത് അങ്ങനൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പുറത്തധികം ചൂടില്ലായിരുന്നെങ്കിലും ഉള്ളിലോട്ട് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. 2 സവാള ഇവിടെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കുനുകുനാന്നരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ സവാള. അത് നമുക്ക് ആവശ്യമുണ്ട്. സവാളയുടെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സവാള പൊതുവേ ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാള എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആ പുളിവെള്ളം കുതിർന്നത് ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ പുളിവെള്ളം മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ പുളിവെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരിച്ചെടുത്ത പുളിവെള്ളം നമുക്കത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടി ഐറ്റംസ് ഒക്കെ ഇനി ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി കാശ്മീരി ചില്ലി പൗഡർ വേണം. അത് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ എരിയൊന്നുമില്ല, എങ്കിൽ ആവശ്യത്തിന് എരിയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. ഇവിടെ ഒരു 1/2 സ്പൂണോളം നമ്മൾ ചാട്ട് മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിലാണ് കേട്ടോ നമ്മൾ ഉരുക്കിയ ശർക്കരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഇച്ചിരി കുറുകിയ കൺസിസ്റ്റൻസിയിലാവും. ആ പരുവാണ് നമുക്ക് വേണ്ടത്. പുളിവെള്ളം ചെറുതീയിലിട്ട് ചെറുതായിട്ട് ചൂടായി പതിയെ തിളച്ച് വന്നാൽ മതി. അതുവരേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. ആദ്യം തന്നെ മല്ലിയിലയും പുതിനയിലയും നമുക്ക് അരിഞ്ഞെടുക്കണം. മസാലയ്ക്ക് ഇടാനുള്ളതും പാനിയിലേക്ക് ഇടാനുള്ളതും ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ പാനിപ്പൂരിയുടെ മെയിനായിട്ടുള്ളൊരു ഫ്ലേവർ എന്ന് പറയുന്നത് മല്ലിയിലയുടെയും ഒരു ഫ്ലേവറാണല്ലോ. ചിലർക്ക് ആ ഫ്ലേവർ ഇഷ്ടമായിരിക്കും, ചിലർക്ക് കൂടുതൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാറില്ല. എനിക്കങ്ങനെ അധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. പിന്നെ പാനിപ്പൂരി ഇഷ്ടമാണ്, അതുകൊണ്ട് മല്ലിയില ഇട്ടാലേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്കത് ഒഴിവാക്കാനും പറ്റത്തില്ല. എങ്കിൽ നമുക്കിത് അരിഞ്ഞെടുത്ത് പാനിക്കുള്ളതും മസാലയ്ക്കുള്ളതും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാവേ. മല്ലിയിലേക്ക് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് മസാലയ്ക്കുള്ള മിക്സ് തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വെച്ചിരുന്നത് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലിട്ടാലും വലിയ എരിവൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ എല്ലായിടവും മിക്സ് ആവണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തത്. നമ്മുടെ പുളിവെള്ളം ഇവിടെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് പാനി വേണമല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ പുളിവെള്ളത്തിൻ്റെ പാനിയും ഒന്ന് നമ്മൾ ഈ ഗ്രീൻ കളർ പാനി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതപ്പം നമ്മൾ പുതിനയിലയും മല്ലിയിലയും
എല്ലാം കൂടി നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടിച്ചെടുത്ത മിക്സ് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പിടാം. മുളക് പൊടി എല്ലാം ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇത് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകപ്പൊടിയാണ് വേണ്ടത്. ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഈ പാനി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള പൂരിയാണ് വേണ്ടത്. പൂരി നമ്മൾ ഉണ്ടാക്കുകയല്ല, അതായത് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. ഒരു പാക്കറ്റിന് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു പാക്കറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അടിപൊളി സാധനമാണ്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിത് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് വീട്ടിലുണ്ടാക്കി തിന്നാലോ. ഒരു തരത്തിലുള്ള കെമിക്കലോ പന്ന വെള്ളമോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെയുള്ളതാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരുപാട് വാങ്ങിച്ച് തിന്നാനും ഇൻട്രസ്റ്റ് കാണത്തില്ല. ഇപ്പോൾ വീട്ടിലാവുമ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും നമുക്ക് ഇഷ്ടമുള്ളപ്പം നമുക്കിതെടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പൂരിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മൾ നേരത്തെയും വീടുണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലോപ്പ് ആവില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ കൊണ്ടിട്ട് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് വീഡിയോ എടുക്കാനായതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇത്തിരി കൂടുതലുണ്ടാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്. അപ്പം നമ്മളിത് നൈറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറേ പേര് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങാതിരുന്നവരുടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.